നമുക്ക് നോമ്പ് തുടങ്ങുമല്ലേ അറിയാവോ? ആരൊക്കെയോ നോമ്പ് എടുക്കുന്നുണ്ടെന്ന് പറയുന്ന ഞാൻ കേട്ടു. ചോക്ലേറ്റ് ഉപേക്ഷിക്കുന്നെന്ന് പറയുന്ന കേട്ടു. നോമ്പ് എടുത്തിട്ടില്ലെന്ന് പറയുന്ന കേട്ടു. അപ്പൊ നമുക്ക് എങ്ങനെയാ നോമ്പ് എടുക്കുന്നത്, അല്ലെങ്കിൽ എന്താ നോമ്പെന്നൊക്കെ നമുക്ക് നോക്കാവേ. ഞാൻ വലിയ കാര്യങ്ങളൊന്നും പറയാൻ പോകുന്നില്ല. നമുക്ക് ഈശോയോട് പറയാം. ഈശോയ്ക്ക് നിങ്ങളോട് എന്താണോ പറയാൻ ആഗ്രഹിക്കുന്നത് അത് ഈശോ നിങ്ങളോട് പറയട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് തിങ്കളാഴ്ച മുതല് നമുക്ക് വിഭൂതി തിരുനാൾ തുടങ്ങുവാണ്. വിഭൂതി തിരുനാൾ എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല, കേട്ടിട്ടുണ്ട്. കുറച്ച് തലയൊക്കെ ഇങ്ങനെ ആട്ടുന്നുണ്ട്. ഓക്കെ, അതിന്റെ അർത്ഥം ഇല്ല, ഉണ്ട്. എന്താ അതിന്റെ അർത്ഥം? ആരും എന്നെ പറയാത്തെ? എന്നോട് പറഞ്ഞ ഭയങ്കര ആക്റ്റീവായ പിള്ളേരാന്നാ. ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ നോമ്പിന്റെ തുടക്കമായിട്ട് വിഭൂതി തിരുനാൾ എന്ന് പറഞ്ഞാൽ നെറ്റിയില് കുരിശ് വരയ്ക്കും, ഒരു ചാരം പൂശും നെറ്റിയില്. എന്നിട്ട് നമ്മുടെ നോമ്പ് തുടങ്ങും. നമ്മൾ എന്തിനാ അങ്ങനെ ചെയ്യുന്നേ? നമുക്ക് ഈശോയുടെ എന്നും ഇഷ്ടമല്ലേ? ഈശോയുടെ എന്നും ഇഷ്ടമല്ലേ? നമുക്ക് ഈശോയുടെ എന്നും ഇഷ്ടാ. പക്ഷെ നമുക്ക് ഈശോയുടെ കൂടെ ആയിരിക്കാൻ വേണ്ടി നമുക്ക് സഭ തന്നിരിക്കുന്ന ഒരു 50 ദിവസമാണ് നോമ്പ് കാലം. അപ്പൊ നമ്മുടെ നോമ്പിന്റെ തുടക്കമായിട്ട് നെറ്റിയിൽ ചാരം പൂശി കുരിശു വരച്ച് നമ്മളെല്ലാവരും അനുതാപത്തോടു കൂടി ഈശോയോട് ചേർന്നിരിക്കും. നമ്മൾ എന്താ ഈ നോമ്പിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നേ? ഈശോയെ, ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ടാവാം. നീ ആഗ്രഹിക്കുന്ന പോലെ നിന്നെ സ്നേഹിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. പക്ഷെ ഐ എം സോറി ഈശോയെ, നിന്നെ ഞാൻ ഒരുപാട് സ്നേഹിക്കാൻ വേണ്ടി ഇനിയുള്ള കുറച്ചു ദിവസം ശ്രമിക്കാൻ പോവാന്നാ നമ്മൾ പറയുന്നേ, അല്ലേ? ഇതിനു മുന്നേ ആണോ? ഒരു തലയാട്ടുന്ന ഞാൻ കണ്ടു. ഓക്കെ, ഇതിനു മുന്നേ നോമ്പെടുത്തവര് ആരൊക്കെയാ ഉള്ളത്? ഒന്ന് കൈപൊക്കിക്കെ. ഇതിനു മുന്നേ ഒരു നോമ്പെടുത്തിട്ടൊക്കെ ഉള്ളവര്. ഓക്കെ, എന്തൊക്കെയാ നോമ്പെടുക്കാറുള്ള സാധാരണ? മീൻ. വേറെ എന്താ നോമ്പെടുക്കാറുള്ള? ചോക്ലേറ്റ്. പിന്നെ ചിക്കൻ. ജോസി എന്നോ പറഞ്ഞ ചിക്കനും മീനും മുട്ടയും ചോക്ലേറ്റ്. ഓക്കെ, ഇതൊക്കെ തന്നെയാണ് നമ്മളോട്. മാംസാദികളെല്ലാം നമ്മൾ ഒഴിവാക്കി നമ്മൾ ഈശോയോട് ചേർന്നിരിക്കുന്ന ദിവസം. പക്ഷെ നിങ്ങൾ കുഞ്ഞു മക്കളാ, നിങ്ങൾക്ക് ഒരുപാട് പ്രിവിലേജ് ഉണ്ട്. നിങ്ങൾ നല്ല ഈശോയോട് ചേർന്നിരിക്കുന്ന മക്കളായിരുന്നു. നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ കൂടി ചെയ്യാം. അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ? നമുക്ക് എന്തൊക്കെയാ അഡീഷണൽ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതെന്ന്. നമുക്ക് കുഞ്ഞു ത്യാഗപ്രവർത്തികൾ ചെയ്യാം. കുഞ്ഞു ത്യാഗപ്രവർത്തികൾ ചെയ്തുകൊണ്ട് നമുക്ക് ഈശോയുടെ അടുത്തിരിക്കാം. ചെയ്യാൻ റെഡിയാണോ? ആണെന്ന് പറയുന്നത് എന്തായിരിക്കും ത്യാഗപ്രവർത്തികൾ? ഒന്നാമതായിട്ട് നമുക്ക് ഈശോ നമുക്ക് വേണ്ടി കുറെ പീഡകളൊക്കെ സഹിച്ച് കുരിശിൽ മരിച്ച് പാവ ഈശോ ഒരുപാട് വേദനിച്ചു. ആ വേദനയിലൊക്കെ ഈശോ നമ്മളോട് പറയുന്നത് എന്നാ? എന്റെ പ്രിയപ്പെട്ട മക്കളെ, എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ്. നിങ്ങളുടെ പപ്പയും മമ്മിയും നിങ്ങളെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ്. നിങ്ങൾ എൻ്റെ അടുത്തേക്ക് എപ്പോഴാ വരുന്നേന്ന് നോക്കി നിങ്ങളെ നോക്കിയിരിക്കുന്ന ഒരു ഈശോയാ ഉള്ളേ. അപ്പൊ ആ ഈശോയ്ക്ക് വേണ്ടി നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ചെറിയ ത്യാഗപ്രവർത്തികൾ ചെയ്യാം. നമുക്ക് ഇഷ്ടപ്പെട്ട കുറെ കാര്യങ്ങളില്ലേ? ചേച്ചിയുടെ കുഞ്ഞില് നോമ്പെടുക്കുമായിരുന്നു. അപ്പൊ ചേച്ചി ഒരു കുറെ വർഷം മുമ്പല്ലേ, നിങ്ങളുടെയൊക്കെ പ്രായം എന്ന് പറയുമ്പോ അന്നൊക്കെ ഒന്നും നമ്മുടെ ഒന്നും വീട്ടിൽ ഇറച്ചിയും മീനൊന്നും മേടിക്കൂല. അപ്പൊ നമ്മൾ വിചാരിക്കോ, അപ്പൊ ഇറച്ചിയും മീനും ഒക്കെ കഴിക്കാണ്ടിരുന്ന നമുക്ക് വലിയ വിഷമമൊന്നും ഇല്ലല്ലോ എന്നായിരുന്നു. അപ്പൊ ചേച്ചിയുടെ മമ്മി ചേച്ചിയോട് പറഞ്ഞു, അതുപോരാ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഈശോയ്ക്ക് വേണ്ടി നിങ്ങൾ ഉപേക്ഷിക്കണം. അങ്ങനെ ചെറിയ ത്യാഗപ്രവർത്തികൾ എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെയുള്ള ചെറിയ ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ എന്നാ? ഞങ്ങൾ വൈകുന്നേരം കാർട്ടൂൺ കാണുമായിരുന്നു. ചേച്ചിക്ക് രണ്ട് സിബ്ലിങ്സും കൂടിയുണ്ട്, കൂടെപ്പിറപ്പുകളും കൂടിയുണ്ട്. അപ്പൊ ഞങ്ങൾ വൈകുന്നേരം കാർട്ടൂൺ കാണുമായിരുന്നു. ഞങ്ങൾ വൈകുന്നേരം കാർട്ടൂൺ കാണുന്നത് ഞങ്ങൾ ഈശോയ്ക്ക് വേണ്ടി അങ്ങ് ഉപേക്ഷിച്ചു. ഒരു കാർട്ടൂൺ അങ്ങ് ഉപേക്ഷിച്ചു. എന്നിട്ട് ഈശോയോട് പറഞ്ഞു, എന്റെ ഈശോയെ, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ എൻ്റെ ഈ കാർട്ടൂൺ കാണുന്നത് ഒരു ത്യാഗമായിട്ട് നിനക്ക് വേണ്ടി ഏറ്റെടുക്കുക. അന്ന് നീ അങ്ങ് എടുക്കണേ, നിന്റെ സ്നേഹം എന്നിലേക്ക് നിറയ്ക്കണേ എന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്യാൻ പറ്റില്ലേ? നമുക്ക് ചെയ്യാൻ പറ്റുമോ? അത് വലിയ കാര്യമാണോ?
തംസപ്പ് കണ്ടു. പിന്നെ ആരൊക്കെയോ പറഞ്ഞു ചോക്ലേറ്റ്. ചേച്ചിയും ചെയ്തോണ്ടിരുന്ന അങ്ങനെ. ചേച്ചിക്ക് 50 ദിവസം കിട്ടുന്ന എല്ലാ ചോക്ലേറ്റും കൊണ്ടുപോയി ഒരു കുപ്പിക്കകത്തോട്ട് ഇട്ട് വെക്കും. 50 ദിവസം വരെ മിഠായി ഒന്നും കഴിക്കാതെ. ചേച്ചിക്ക് ഇഷ്ടമായിരുന്നു, ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു മിഠായി. അതൊന്നും കഴിക്കൂല 50 ദിവസം. എന്നിട്ട് ഞാൻ പറയും, ഈശോയെ എനിക്ക് നിന്നെ ഇഷ്ടമാണ് കേട്ടോ, നിന്നോടുള്ള ഇഷ്ടത്തിന്റെ അത്രയൊന്നും വരില്ല എന്റെ മിഠായിയോടുള്ള ഇഷ്ടം. അപ്പൊ ഞാൻ എന്റെ മിഠായി കഴിക്കാതിരിക്കുക കേട്ടോ, നിന്നോടുള്ള സ്നേഹത്തെ പ്രതി എന്ന് പറയും. പിന്നെ ചേച്ചി കോളേജിലൊക്കെ ആയിരുന്നപ്പോ ചേച്ചിയുടെ ഇരട്ടപ്പേരെന്നായിരുന്നറിയോ? പപ്സ്. ചേച്ചിക്ക് ഒരു ഇരട്ടപ്പേരുണ്ടായിരുന്നു, പപ്സ് എന്നായിരുന്നു പേര്. കാരണം എന്നാന്നറിയോ? ചേച്ചിക്ക് ബ്രേക്കിന് പോയാലും പപ്സ് വേണമായിരുന്നു. ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു മുട്ട പപ്സ്. അന്ന് കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അപ്പൊ ചേച്ചി നോമ്പ് വരാൻ നോക്കിയിരിക്കും. ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മുട്ട പപ്സ് ആർക്ക് കൊടുക്കും? ആർക്കാ കൊടുക്കുന്നേ? ഈശോയ്ക്ക്. അങ്ങനെ തന്നെ. അങ്ങനെ നമ്മുടെ ഫേവറേറ്റ് ആയ ഫുഡുകളൊക്കെ നമുക്ക് ഈശോയ്ക്ക് കൊടുക്കാം. പിന്നെ നമുക്ക് എന്നാ ചെയ്യാൻ പറ്റുന്നേ? നമുക്ക് പരോപകാര പ്രവർത്തികൾ ചെയ്യാൻ പറ്റില്ലേ? നമുക്ക് നമ്മുടെ കൂട്ടുകാരെ ഹെൽപ്പ് ചെയ്യാം. നമുക്ക് ഇവിടെ ഇപ്പൊ കുറെ പേരുടെ കൂടെ സിസ്റ്റേഴ്സ് ബ്രദേഴ്സ് ഒക്കെ ഇരിപ്പുണ്ട്. അവരെയൊക്കെ നമുക്ക് ഹോംവർക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാം. അല്ലെങ്കിൽ ഒരു ദിവസം അവരെ നമുക്ക് പഠിക്കാൻ സഹായിക്കാം. ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റില്ലേ? അങ്ങനെ നല്ല നല്ല പരോപകാര പ്രവർത്തികൾ ചെയ്യാൻ പറ്റില്ലേ? സ്കൂളിൽ ഇപ്പൊ സങ്കടപ്പെട്ടിരിക്കുന്ന ആളോട് നീ കരയണ്ട കേട്ടോ, നിനക്ക് കൂട്ടുകാരും ഞാൻ നിന്റെ കൂട്ടുകാരി ആയിക്കോളാം, അല്ലെ കൂട്ടുകാരനായിക്കോളാം എന്ന് പറയാൻ പറ്റില്ലേ? മമ്മീനെയും പപ്പേനെയും ഒക്കെ ഒന്ന് അടുക്കളയിൽ ഇച്ചിരി ഹെൽപ്പ് ചെയ്തുകൂടെ? പോയി ഫുഡൊന്നും ഉണ്ടാക്കണ്ട, പക്ഷെ മമ്മി ഓക്കെ ആണോ, മമ്മിക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണോ, അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ മമ്മിയോട് നമുക്ക് ചോദിക്കാൻ പറ്റില്ലേ? അതും ചെറിയ ചെറിയ പരോപകാര പ്രവർത്തികളാട്ടോ. പിന്നെ നമുക്ക് എന്നാ ചെയ്യാ? ബാക്കിയുള്ളവരോട് ക്ഷമിക്കാൻ പറ്റില്ലേ? ഇപ്പം ഞങ്ങള് 3 പേരും ഞങ്ങൾ കുഞ്ഞില് ഭയങ്കര അടിയായിരുന്നേ. അപ്പൊ ഞങ്ങളുടെ മമ്മി ഞങ്ങളോട് പറയുമായിരുന്നു, നോമ്പിന്റെ കാലത്ത് നിങ്ങൾ അടിയൊന്നും ഉണ്ടാക്കരുത്, ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമിക്കണോന്ന് പറയുമായിരുന്നു. അപ്പൊ ഞങ്ങൾ എന്നാ ചെയ്യും? അയ്യോ നോമ്പല്ലേ, എന്നാ പിന്നെ ഇന്ന് ഞങ്ങൾ ക്ഷമിച്ചേക്കാം, ഇന്ന് ഞങ്ങൾ അടി ഉണ്ടാക്കില്ല. ഞങ്ങൾ ഏറ്റവും കൂടുതൽ അടി ഉണ്ടാക്കുന്നതായിരുന്നു ടിവിയുടെ റിമോട്ടിന് വേണ്ടി. അപ്പൊ ഞങ്ങൾ എന്നാ ചെയ്യും? ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി ഇന്ന് റിമോട്ട് ചേട്ടായിക്ക് ഇരിക്കട്ടെ, ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി ഇന്ന് ഞങ്ങൾ വഴക്കുണ്ടാക്കിയല്ല. അങ്ങനെ 50 ദിവസമൊക്കെ ഞങ്ങൾ വഴക്കുണ്ടാക്കാണ്ടിരുന്നു. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റില്ലേ? ഇപ്പൊ നമ്മളോട് സ്കൂളിലൊക്കെ ചിലര് നമ്മളെ വഴക്ക് പറയും, നമ്മളോട് അടി ഉണ്ടാക്കാൻ വരും. അവരോടൊക്കെ നമുക്ക് എന്റെ ഈശോയെ നിന്റെ സ്നേഹത്തെ പ്രതി ഞാൻ ഇവരോട് ക്ഷമിക്കുന്നു എന്ന് പറയാൻ പറ്റില്ലേ? പറ്റുമോ? ഇനി എന്നാ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ കാര്യമാണ്, നമുക്ക് ഈശോയെ കൂടുതൽ സ്നേഹിക്കാൻ പറ്റണം. ഈശോയെ സ്നേഹിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാല് ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം നമ്മുടെ വീട്ടിൽ നിന്നാണ്. നമ്മുടെ കൂടപ്പറപ്പുകളെ നമുക്ക് സ്നേഹിക്കണം. ഇന്ന് കിടക്കാൻ പോകുമ്പോൾ നമ്മളെ മമ്മിക്കും പപ്പയ്ക്കും ഒരു ഉമ്മയെ കൊടുക്കുന്നെങ്കിൽ 2 ഉമ്മ കൊടുക്കണം. ഒരു ഉമ്മ മമ്മിക്കും പപ്പയ്ക്കും, 2ാമത്തെ ഉമ്മ ഈശോയ്ക്കും കൊടുക്കണം. കൊടുക്കുവോ? ഇനിയുള്ള ഒരു 50 ദിവസം ഓരോ ഉമ്മ ഈശോയ്ക്ക് കൊടുക്കുവോ? എന്നിട്ട് ഈശോയോട് പറയണ, ഈശോയെ എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാന്ന് പറയുവോ? അപ്പൊ ഈശോ സ്വർഗത്തിലിരുന്ന് എന്റെ സ്വർഗത്തിലിരുന്ന് ഈശോ ഇങ്ങനെ വിചാരിക്കും, എന്റെ കുഞ്ഞുമക്കൾ എന്ത് നല്ല മക്കളാ, അവർക്ക് എന്നോട് എന്ത് ഇഷ്ടമാണെന്ന് നോക്കിക്കേ. കാരണം ഈശോയ്ക്ക് കുഞ്ഞുമക്കളെ ഏറ്റവും ഇഷ്ടം. ഞങ്ങളൊക്കെ പിന്നെ വരുള്ളൂ, നിങ്ങൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ എല്ലാരും. നിങ്ങളെ ഈശോ സ്നേഹിക്കുന്ന അത്രയൊന്നും ആരും ഈശോ സ്നേഹിച്ചിട്ടില്ല. അപ്പൊ നിങ്ങൾ ഈശോയ്ക്ക് ഒരു ഉമ്മ കൊടുക്കൂലേ? നിങ്ങളുടെ ജീവിതത്തിലെ കുഞ്ഞു കുഞ്ഞു ഇഷ്ടങ്ങള് ഈശോയ്ക്ക് വേണ്ടി മാറ്റി വെച്ചിട്ട്, ഈശോയെ ഈ ഇഷ്ടങ്ങളൊക്കെ ഞാൻ നിനക്ക് തരുന്നേന്ന് പറയുവോ? അതാകട്ടെ ഏറ്റവും വലിയ നോമ്പ്. ഇറച്ചിയും മീനും മറ്റ് സാധനങ്ങളൊക്കെ ഉപേക്ഷിച്ച് നിങ്ങൾക്ക് നോമ്പെടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെയും ചെയ്യണം. നിങ്ങളുടെ പപ്പയും മമ്മിയും ഒക്കെ നിങ്ങളെ അനുവദിക്കുവാണെങ്കിൽ അതും ചെയ്യണം. അങ്ങനെ എടുക്കുന്നതോട് കൂടെ നിങ്ങളാൽ പറ്റുന്ന ചെറിയ ചെറിയ ത്യാഗപ്രവർത്തികളോ, ചിലപ്പോൾ ഒരു കൂട്ടുകാരന് ഒരു കളിപ്പാട്ടം കൊടുക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞനുജത്തിക്ക് ഒരു കളിപ്പാട്ടം കൊടുക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ എപ്പോഴും ഞാൻ തന്നെ എനിക്കൊരു ഇരട്ടക്കുട്ടിയാണ്, എനിക്കൊരു സിബ്ലിങ്, എന്റെ കൂടപ്പറപ്പ് ഒരു ഇരട്ടയായിരുന്നു. ഞങ്ങൾ 2 ഇരട്ടപ്പിള്ളേരായിരുന്നു. അപ്പൊ ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾക്ക് 2 ഒരേ ഉടുപ്പ് കിട്ടിയില്ലേ, മമ്മി 2 കളറിലുള്ള ഉടുപ്പ് തരും. അപ്പൊ എനിക്ക് എപ്പോഴും ഇഷ്ടം ചുമന്ന ഉടുപ്പിടാനാ. അപ്പൊ മറ്റേ ഉടുപ്പാര ബ്രൗൺ കളറിലുള്ള ഉടുപ്പിടുന്ന മറ്റേ ആളായിരുന്നു.
അപ്പൊ എനിക്ക് ഒരിക്കലും കൊടുക്കാൻ പറ്റില്ല എന്റെ ചുമന്നുടുപ്പ്. കാരണം എന്നാ, ചുമന്നുടുപ്പ എന്റെ ഫേവറേറ്റ്, പക്ഷെ മറ്റേ ആൾക്കും വേണ്ടായിരുന്നോ. അപ്പൊ നോമ്പിന്റെ കാലത്ത് മമ്മി ഞങ്ങളോട് പറയും, നോമ്പല്ലേ, ആ ചുമന്നുടുപ്പ് മറ്റേ ആൾക്ക് കൊടുക്കാൻ പറയും. അപ്പൊ ഞാൻ സാരമില്ല, ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി അങ്ങ് കൊടുക്കാന്ന് വിചാരിക്കും. അങ്ങനെ അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്യുമ്പോ നിങ്ങൾ സ്വർഗത്തിൽ വലിയ വലിയ നിക്ഷേപങ്ങളെ കരുതി വെക്കുക കേട്ടോ. ഇനി നമ്മളെല്ലാരും ഇതുപോലെ പ്ലാൻ ചെയ്തു. നാളെ തിങ്കളാഴ്ച മുതൽ നമ്മൾ നോമ്പെടുക്കും. നമ്മൾ ഇറച്ചി, മീനും, പാലും, മുട്ടയും ഉപേക്ഷിക്കും, അല്ലെങ്കിൽ നമ്മുടെ ചോക്ലേറ്റ്സ് ഉപേക്ഷിക്കും, നമ്മൾ വഴക്ക് പിടിക്കുന്നത് ഒഴിവാക്കും, കളിപ്പാട്ടങ്ങൾ കൊടുക്കും, കൂട്ടുകാരെ സ്നേഹിക്കും, ഈശോയോട് ഒരുപാട് ഇരുന്ന് പ്രാർത്ഥിക്കും. ഇങ്ങനെയൊക്കെ പറഞ്ഞു ഈശോയ്ക്ക് കുറെ ഉമ്മ കൊടുക്കും. ഇനി ഇതിനൊക്കെ നമ്മളെ ആരാ ഹെൽപ്പ് ചെയ്യണ്ടേ? നമ്മൾ തന്നെ അങ്ങ് തീരുമാനിച്ചാൽ നമുക്ക് പറ്റുമോ? ഇല്ല. അതിനാണ് പരിശുദ്ധാത്മാവിനെ ഈശോ നമുക്ക് തന്നേക്കുന്നത്. ഈശോ പറയുന്നുണ്ട്, എന്റെ സഹായകൻ നിങ്ങളെ വരുമ്പോൾ നിങ്ങളെ സഹായിക്കൂന്ന്. മനുഷ്യന്റെ ആഗ്രഹമോ പ്രവൃത്തിയോ അല്ല, ദൈവത്തിന്റെ ദാനമാണ് എല്ലാം. അപ്പൊ നിങ്ങളൊക്കെ എത്ര വചനങ്ങളാ പറഞ്ഞ്, നിങ്ങൾ ആ വചനങ്ങളൊക്കെ നിങ്ങൾ പറയുന്ന കേൾക്കുമ്പോ എനിക്ക് കൊതിയായി. നിങ്ങളെ ആ വചനങ്ങളൊക്കെ പറയാൻ പഠിപ്പിച്ചതാരാ? നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ പരിശുദ്ധാത്മാവാ. അപ്പൊ ഇന്നു മുതൽ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം കേട്ടോ. പരിശുദ്ധാത്മാവേ, എനിക്ക് നാളെ മുതല് അല്ലെങ്കിൽ തിങ്കളാഴ്ച മുതല് നോമ്പെടുക്കാൻ സഹായിക്കണേ. എനിക്ക് വഴക്ക് പിടിക്കണമെന്ന് തോന്നുമ്പം ഈശോയെ പ്രതി ക്ഷമിക്കാനുള്ള കൃപ തരണമേ. എനിക്ക് കളിപ്പാട്ടം കൊടുക്കണ്ടെന്ന് തോന്നുമ്പോ ഈശോയെ പ്രതി കൊടുക്കാൻ തോന്നണേ. എനിക്ക് മിഠായി കഴിക്കണമെന്ന് തോന്നുമ്പം, അല്ലെ ഐസ്ക്രീം കഴിക്കണമെന്ന് തോന്നുമ്പോ ഈശോയെ നിന്നോടുള്ള സ്നേഹത്തെ പ്രതി ഞാനത് കൊടുക്കാൻ പറ്റണേ എന്നൊക്കെ ഈശോയോട് പ്രാർത്ഥിക്കുവോ? പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുവോ? ചേച്ചിയാണ് ഇപ്പോഴേ അടുത്തിയിലേക്ക് നാളെ പരിശുദ്ധാത്മാവ്. കാരണം ചേച്ചിക്ക് ഒന്നിനോട് നോ പറയാൻ പറ്റില്ല. ചേച്ചിക്ക് ഭയങ്കര കൊതിയ എല്ലാത്തിനോടും. പക്ഷെ പരിശുദ്ധാത്മാവിനെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് ഏറ്റു. പരിശുദ്ധാത്മാവേ, എന്നോട് നോ പറയാൻ പഠിപ്പിക്കണമേ. പരിശുദ്ധാത്മാവേ, എന്നെ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ. ഈവൻ പരിശുദ്ധാത്മാവെ എന്നെ ഈശോയ്ക്ക് ഒരു ഉമ്മ കൊടുക്കാൻ പഠിപ്പിക്കണേ എന്ന് പറഞ്ഞാൽ തന്നെ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിച്ചോളും. അപ്പൊ പരിശുദ്ധാത്മാവിനോട് എല്ലാരും പ്രാർത്ഥിച്ചൊരുങ്ങൂലേ? അപ്പൊ ആരെങ്കിലും ഒക്കെ നോമ്പെടുക്കാൻ തീരുമാനിച്ചോ? ഇപ്പൊ നോമ്പെടുക്കാൻ എല്ലാവർക്കും എളുപ്പമല്ലേ? എല്ലാവർക്കും എളുപ്പമല്ലേ? നമുക്കൊക്കെ ജീവിതത്തിൽ നോമ്പെടുക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ചിലപ്പോ കുറച്ചു നേരം ഫോൺ ഉപേക്ഷിച്ച് വെക്കാം. നമ്മൾ കുഞ്ഞു കാര്യം ചെയ്താൽ മതി. നമ്മുടെ അൽഫോൻസാമ്മ പറയുന്നുണ്ട്, ഒരു പേന എടുത്ത് ഞാൻ മേശപ്പുറത്തോട്ട് വെക്കുമ്പോ അത് ഞാൻ ഈശോയ്ക്ക് വേണ്ടി ചെയ്യൂന്ന്. അപ്പൊ നമ്മുടെയൊക്കെ ലൈഫിൽ എന്തൊക്കെ കാര്യം നമുക്ക് ചെയ്യാം ഈശോയ്ക്ക് വേണ്ടി? ഒരുപാട് കാര്യം ചെയ്യാൻ പറ്റില്ല ഈ 50 ദിവസം കൊണ്ട്. 50 ദിവസം കൊണ്ട് ഈശോയ്ക്ക് വേണ്ടി ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് ഈശോയെ ഒരുപാട് നമുക്ക് സ്നേഹിക്കാം. കാരണം എന്താ? ഈശോ നമ്മളെ സ്നേഹിച്ചില്ലേ? നമ്മൾക്ക് വേണ്ടി ഇത്രയും സ്നേഹിച്ച ഈശോ, നമ്മുടെ പപ്പയും മമ്മിയേക്കാ കൂടുതൽ നമ്മളെ സ്നേഹിക്കുന്ന ഈശോ നമ്മളെ ഈശോയുടെ കൈയുടെ ഉള്ളില് കൊണ്ട് നടക്കുന്ന ഈശോ നിങ്ങളെ സ്നേഹിച്ചോണ്ടല്ലേ നിങ്ങൾക്കൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കാനൊക്കെ ഒരു അവസരം ഈശോ തന്നത് അല്ലേ? ബാക്കിയുള്ളവരെയൊക്കെ വെച്ച് നോക്കുമ്പോ ഇവിടെ ഇപ്പൊ എത്ര പേരാ ഉള്ളെ? 37 പേരുണ്ട്. ഈ 37 പേരെ ഈശോ വിളിച്ചത് കൊണ്ടാ നിങ്ങൾ ഇവിടെ വന്നേ. ഈശോയ്ക്ക് അറിയാം, എന്റെ അനിയാമേരി, എന്റെ അഞ്ജന, എന്റെ ഇവാന, എന്റെ ജോവല്, എന്റെ ജോആച്ചിൻ, എന്റെ ജസ്ന, എന്റെ കുര്യാക്കോസ്, ഇതൊക്കെ എന്റെ ഈശോയുടെ പിള്ളേരാ. ഈശോയുടെ ക്രിസ്തി ആയ പോലെ നിങ്ങൾക്കൊക്കെ ഈശോയുടെ മക്കളാവണ്ടേ? അപ്പോൾ ചെറിയ ചെറിയ നോമ്പുകൾ നമുക്ക് എടുക്കാം കേട്ടോ. കുഞ്ഞു കുഞ്ഞു നോമ്പുകൾ എടുത്ത് അതൊക്കെ ഈശോയ്ക്ക് വേണ്ടി കൊടുത്ത്, ഈശോ നമുക്ക് വേണ്ടി സഹിച്ച വേദനകളും ഈശോ നമുക്ക് വേണ്ടി നമ്മളെ സ്നേഹിക്കുന്നതിന് പകരമായിട്ട് നമുക്കും ഈശോയ്ക്ക് കൊടുക്കാവേ. എല്ലാരും റെഡിയാണോ?